ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സച്ചിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്ന ധനുഷിനെയാണ്. സച്ചിയുടെ 2 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും മധുവിന്റെ ആളുകൾ അന്വേഷിച്ച് വീട്ടിലും വരാൻ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി ധനുഷ് പറയുന്നതിനെ ശരിവെക്കുകയാണ്. പക്ഷേ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ ഇപ്പോ എങ്ങോട്ടേക്ക് മാറി നിൽക്കാനാണെന്ന് സച്ചി ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, പക്ഷേ അതല്പം ലോ ക്ലാസ് ആണ്. എന്താണെങ്കിലും അവിടേക്ക് കയറിവന്ന് സച്ചേട്ടനെ ആരും കൊണ്ടുപോകില്ല. മധുവിനെ പോലെയും മധുവിന്റെ ആളുകളെ പോലെയും കുറെ ആൾക്കാർ അവിടെയും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല ധനുഷേ, എന്താണെങ്കിലും അന്ന് 2 ദിവസം അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് സച്ചി പറയുന്നു. ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്ന് ധനുഷ് പറയുന്ന സമയത്താണ് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. സച്ചേട്ടാ, എനിക്ക് വയറുവേദന കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് പോകണം. സച്ചേട്ടൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് സച്ചി ധനുഷിനോട് പറയുകയാണ്, ധനുഷേ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അർച്ചനയെ വിളിച്ചത് അർച്ചനയ്ക്ക് വയറുവേദന കൊണ്ട് വയ്യെന്നാ പറഞ്ഞത്. അത് സച്ചേട്ടാ, ഞാൻ കൊണ്ടുപോയ പോരെ അർച്ചനയെ ഹോസ്പിറ്റലിലേക്ക്. സച്ചേട്ടൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി മാറി നിൽക്കുന്നതാകും നല്ലതെന്ന് ധനുഷ് പറയുമ്പോൾ ആരൊക്കെ വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ലെന്നും എനിക്കെന്താണെങ്കിലും അർച്ചനയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയും ധനുഷും നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നു. അർച്ചന ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഡോക്ടർ ഉണ്ടോ എന്ന് സച്ചി വിളിച്ചു തിരക്കുകയാണ്. തുടർന്ന് ധനുഷ് സ്നേഹയോട് അവരുടെ ഒപ്പം പോകാൻ പറയുമ്പോൾ സച്ചേട്ടനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പോകുന്നതെന്ന് സ്നേഹ ചോദിക്കുന്നു. എന്നാ ഞാൻ വരാമെന്ന് ധനുഷ് പറയുമ്പോൾ വേണ്ടെന്ന് സച്ചി പറയുകയാണ്. പെണ്ണുങ്ങളൊന്നും കൂടെയില്ലെങ്കിൽ ശരിയാകില്ല സച്ചേട്ടാ, ഞാൻ വരാമെന്ന് അനഘ പറയുമ്പോൾ ആരും വേണ്ടെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്നും ആതിരയോട് അർച്ചനയെ കാറിലേക്ക് കൊണ്ടുവരാനും പറഞ്ഞുകൊണ്ട് സച്ചി താഴേക്ക് പോകുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ സ്നേഹയെ ദേഷ്യത്തോടെ നോക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സച്ചിയും അർച്ചനയുമാണ്. വഴിയിൽ വെച്ച് ചെങ്കൽ മധുവിന്റെ ഗുണ്ടകള് അവരെ തടയുകയാണ്. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും അവൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണമെന്നുമൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും നിന്റെ അടവൊന്നും നടക്കില്ലെന്ന് തീർത്തു പറയുകയാണ് ആ ഗുണ്ടകള്. തുടർന്ന് അവരിലൊരാള് മധുവിനെ വിളിക്കുന്നു. അല്ല, അവനെ കിട്ടിയില്ലേ, പിന്നെ എന്തിനാ ആ പെണ്ണ് കിടന്ന് കരയുന്നതെന്ന് മധു ചോദിക്കുമ്പോൾ ആ പെണ്ണെന്തോ വയ്യായികയാണെന്നാ പറയുന്നതെന്ന് ഗുണ്ടകളുടെ ഒരാൾ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി അയാളുടെ കയ്യിൽ നിന്നും ബലമായി ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. സത്യമായിട്ടും എന്റെ ഭാര്യയ്ക്ക് വയ്യെന്നും ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ജീവന് വരെ അത് ആപത്താകുമെന്നുമൊക്കെ സച്ചി പറയുമ്പോൾ ചെങ്കൽ മധു തന്റെ ഗുണ്ടകളോട് അവരെ വെറുതെ വിടാനായി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സേതുവിനെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പറയുകയാണ്, സേതുവിനെ വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ മകന്റെ കൂടെയാണെങ്കിലും ഡിസ്ചാർജ് ചെയ്യാം. ഏത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സേതുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതിരുന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അച്ഛൻ എന്താ ആലോചിക്കുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, മോളെ, ഞാൻ അർച്ചനയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ജനിച്ചാൽ എന്നായാലും മരിക്കണം. ആ ജോത്സ്യൻ പറഞ്ഞതെല്ലാം മറക്കാനാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഈ കിളവൻ പഠിക്കുന്നില്ലല്ലോ. മിക്കവാറും അവിടെ ആരെങ്കിലും ചത്താൽ മാത്രമേ ഇയാൾ പഠിക്കുകയുള്ളൂ. ഇയാൾ മിക്കവാറും അതെന്നെ കൊണ്ട് ചെയ്യിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ ഡോക്ടർ പരിശോധിക്കുന്നതാണ്. നടന്ന കാര്യങ്ങളെല്ലാം സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത്രയൊക്കെ ഉണ്ടായാൽ അബോർഷൻ നടന്നില്ലെങ്കിലാ അതിശയം. ഇനി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എന്താണെങ്കിലും പ്രശ്നമാകും. പിന്നെ ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. 3 മാസം ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം, 3 മാസത്തേക്ക് എല്ലാ ടെൻഷനും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ 3 മാസത്തേക്ക് ഞാനിവിടെ അഡ്മിറ്റ് ചെയ്യാം. എന്ത് പറയുന്നു? സോറി ഡോക്ടർ, ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, കൃത്യമായ ബെഡ് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും അബോട്ടായി പോകാം. ഡോക്ടർ, ഒന്നും സച്ചിയേട്ടൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് അർച്ചന പറയുന്നു. നാളെ കഴിഞ്ഞാലേ ഞാനൊന്ന് ദുബായ് വരെ പോവുകയാണ്. 2 ആഴ്ച കഴിഞ്ഞേ ഞാൻ തിരിച്ചു വരൂ. അതുകൊണ്ട് നന്നായി തന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, എടോ, ഈ കുഞ്ഞിനെ നമുക്ക് വേണം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് അവർ തിരികെ വീട്ടിലെത്തുന്നതാണ്. അർച്ചനയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ആഹാരം എടുക്കാനായി താഴേക്ക് പോവുകയാണ് സച്ചി. അങ്ങനെ അർച്ചനയ്ക്കുള്ള ആഹാരവുമായിട്ട് സച്ചി മുകളിലേക്ക് ചെല്ലുമ്പോൾ വക്കീലിനെ വിളിച്ചു നോക്കുകയായിരുന്നു അർച്ചന. തുടർന്ന് അർച്ചനയോട് ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചനയ്ക്ക് ആഹാരം വാരി കൊടുക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചി കൊടുത്ത ആഹാരം മുഴുവൻ കഴിക്കുകയാണ് അർച്ചന. പെട്ടെന്ന് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സച്ചി വേദനിക്കുന്ന പോലെ നിൽക്കുമ്പോൾ അർച്ചന ചെന്ന് ഷർട്ട് മാറ്റി നോക്കുകയാണ്. അപ്പോൾ സച്ചിയേട്ടൻ എന്നോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ, അവർ സച്ചിയേട്ടനെ നന്നായി ഉപദ്രവിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കരയുകയാണ് അർച്ചന.
എടോ ഇതൊന്നുമില്ല, ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായതാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.